30 കൊല്ലവും 3 മാസവും 28 ദിവസവും പോലീസിൽ ജോലി ചെയ്ത് വിരമിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം, അത് ഒരു വലിയ പ്രശ്നമായിരുന്നു. എന്റെ പാതിയായി എന്റെ ജീവിതത്തിലേക്ക് 1997 ഓഗസ്റ്റ് മാസം 27-ാം തീയതി കടന്നു വന്ന എന്റെ ഭാര്യയ്ക്ക് അതികഠിനമായ അസുഖമുണ്ടായിരുന്നു. ഞാൻ പോലീസിന്റെ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമുക്ക് വീട്ടിലിരിക്കാൻ സാധിക്കില്ല, അധിക സമയം പുറത്തായിരിക്കും. ജനസേവനം എന്നുള്ള രീതിയിൽ കാണുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഉപജീവന മാർഗവുമാണ്. ജീവിതത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ജോലിയുമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ അധിക സമയം ഉണ്ടാവാറില്ലായിരുന്നു. എങ്കിലും ഞാൻ പല പ്രാവശ്യമായി എൻ്റെ കഴിവിന്റെ ഉപരി എൻ്റെ ഭാര്യയെ ചികിത്സിക്കാൻ ശ്രമിച്ചിരുന്നു. അതിന്റെ ഫലമായി ഞാൻ ഇതിലേക്ക് വരാനുണ്ടായ കാര്യമാണ് പറയുന്നത്. ഈ ബിസിനസ്സിലേക്ക് വരാനുണ്ടായ പ്രധാന കാരണമാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. അങ്ങനെ ഭാര്യയെ നമ്മുടെ അലോപ്പതിയിലെ പ്രഗത്ഭരായ ഡോക്ടർമാരെ, ഗൈനക്കോളജിസ്റ്റുമാരെ കാണിച്ച് ചികിത്സിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. ആദ്യമായി ഡോക്ടർ ചികിത്സിച്ചു കഴിഞ്ഞ് പറഞ്ഞു വൈഫിന് DNC ചെയ്യണം. ആ സമയത്ത് നമുക്കൊന്നും അറിയില്ല. DNC എങ്കിൽ DNC ചെയ്യാം. അങ്ങനെ DNC ചെയ്യുന്നതിന് വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. ഒരുപാട് പൈസ ചെലവായി. പൈസ ചെലവായതല്ല പ്രശ്നം, എന്നാൽ അതിൽ നിന്ന് സുഖം ലഭിക്കണമല്ലോ. അതിനു വേണ്ടി പോയി നല്ല പ്രഗത്ഭമതിയായ ഡോക്ടർ വേണ്ട രീതിയിലൊക്കെ ചികിത്സിച്ചു. അനന്തരം DNC ചെയ്തു. ഏകദേശം ഒരു 3-4 മാസം നല്ല രീതിയിലുള്ള ഒരു ജീവിതം. അസുഖം എന്താണെന്ന് ചോദിച്ചാൽ ഫൈബ്രോയിഡ് ആണ്. ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ വലിയ മുഴകളോ കാര്യമൊന്നുമല്ല. ഗർഭാശയത്തിൽ ഒരു ലെയർ ഉണ്ടാവുക, അതിൽ ചെറിയ ചെറിയ കുമിളകൾ മാതിരി ഉണ്ടാവുക, അസാധ്യമായ ഭയങ്കരമായ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ നിൽക്കാത്ത ബ്ലീഡിങ്, ശരീരത്തിൽ തീരെ ബ്ലഡ് ഇല്ലാത്ത അവസ്ഥ, വളരെ കുറഞ്ഞ ബ്ലഡ്, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും ചികിത്സിച്ചു. അടുത്ത പ്രാവശ്യം ഇതേപോലെ തന്നെ മറ്റൊരു ഡോക്ടറിനെ കാണിച്ചു. അതും ഒരു ഗൈനക്കോളജിസ്റ്റ്, മെഡിക്കൽ കോളേജിൽ, അതായത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ അവർ ചികിത്സിച്ചു. ഇതുപോലെ തന്നെ വീണ്ടും ഒരു DNC ചെയ്യുകയാണ്. അവർ ശുപാർശ ചെയ്ത് DNC ചെയ്യാനാണ്. രണ്ടാമത് DNC ചെയ്തു. അത് കഴിഞ്ഞു വീണ്ടും ഇതുപോലെ ഒരു 3-4 മാസം നല്ല സുഖമായി ജീവിക്കും വീണ്ടും തുടങ്ങി. പിന്നീട് മലപ്പുറം ഹോസ്പിറ്റലിലെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. മൂന്നാമതും DNC ചെയ്തു. പക്ഷെ അതിന്റെ അനന്തരഫലമായി കുറെ ഫോളോ അപ്പ് ഒക്കെ ചെയ്തു. ഒരു 6 മാസം മരുന്ന് കഴിച്ചു. 6 മാസം മരുന്ന് കഴിച്ച സമയത്ത് അത്രയും സമയം സുഖമായി ജീവിച്ചു. വീണ്ടും ഇത് ആവർത്തിച്ചു. എന്നാൽ എന്റെ വീട്ടുമുറ്റത്തേക്ക് ഒരു സുപ്രഭാതത്തിൽ കടന്നു വന്ന മാലാഖ പോലെയുള്ള ഒരു വീട്ടമ്മ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. കാരണം അവര് വന്നിട്ട് പല പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞു, 3ാമത്തെ DNC നിങ്ങൾ ചെയ്യാൻ പോകേണ്ടതില്ല. കാരണം എൻ്റെ കയ്യിൽ പ്രോഡക്റ്റുകളുണ്ട്, ഞാനിപ്പോ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അതിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്, അതൊന്ന് കഴിച്ചു നോക്കൂ എന്ന് പല പ്രാവശ്യം നല്ല രീതിയിലും അല്പം യാചനാ സ്വരത്തിലും പിന്നീട് കുറച്ച് ദേഷ്യത്തിലും പറയും. എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ എൻ്റെ മനസ്സിൽ ഒരുപാട് ഫ്രോഡ് കമ്പനികൾ വന്ന് ഇവിടെയുള്ള ആളുകളെ പറ്റിച്ച കഥകൾ അത് എൻ്റെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങിക്കിടക്കുകയായിരുന്നു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു ഭാഗത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, മറുഭാഗത്ത് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അറിവുകളും അറിയുന്ന ഒരു സാധാരണ മനുഷ്യൻ. എല്ലാവരും ആശ്രയിക്കുന്നത് അലോപ്പതി ഡോക്ടർമാരെ. ഹോസ്പിറ്റലുകൾ ധാരാളമുണ്ട്, ഡോക്ടർമാർ ധാരാളമുണ്ട്, MBBS കഴിഞ്ഞ് MD എടുത്തവരൊക്കെ. ഞാനും അതിനെ വല്ലാതെ ആശ്രയിച്ചു, മാത്രമല്ല വിശ്വസിച്ചു. അതുകൊണ്ട് ഞാൻ അവരോട് അങ്ങോട്ട് ഉപദേശിച്ച് പറഞ്ഞയച്ചു. ഞാൻ അവരെ താത്ത എന്നാണ് വിളിക്കുക. അവരുടെ പേര് കർണിസ എന്നാണ്, കർണിസ മാഡം. അവരാണ് സത്യത്തിൽ ഒരു ലീഡർ എന്നതിലുപരി ഞങ്ങളെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ
സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് അവർ. കാരണം എന്റെ ഭാര്യയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കാരണക്കാരിയായത് ആ കരുണിസ മാഡമാണ്. അങ്ങനെ ഇരിക്കെ എന്ത് തന്നെ ആയാലും ഇത് ചെയ്യില്ല എന്ന് ഉള്ള ഘട്ടം വന്നപ്പോ അവര് ഞങ്ങളിൽ നിന്നും തൽക്കാലം അതൊന്നും പറയണ്ട എന്നുള്ള രീതിയിൽ തിരിച്ചു പോയെങ്കിലും മൂന്നാമത്തെ പ്രാവശ്യവും പരാജയപ്പെട്ടപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഒരു തീരുമാനമെടുത്തു. ഏതായാലും താത്ത പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തു നോക്കാം. സത്യത്തിൽ താത്ത ഒരു വീട്ടമ്മയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ അവർക്കും അനുഭവമുള്ളതാണല്ലോ എന്ന് വെച്ച് അങ്ങനെ 2 പ്രോഡക്റ്റുകൾ, അതായത് MI ലൈഫ് സ്റ്റൈലിന്റെ മാസ്റ്റർ ബ്രാൻഡായ എലമെന്റ്സ് എന്ന ബ്രാൻഡിന്റെ 2 പ്രോഡക്റ്റുകൾ. ആദ്യം ഞാൻ പറഞ്ഞു, ഒരുപാട് മരുന്നുകൾ, ഒരുപാട് ചികിത്സകൾ, എന്നിട്ടും ഭേദമാവാത്ത എൻ്റെ ഭാര്യയുടെ അസുഖം. വുമൺ കമ്പാനിയൻ ഫീലിംഗ് എന്ന് പറയുന്ന വെറും വുമൺ കമ്പാനിയൻ ഫീലിംഗ്, ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ 2 പ്രോഡക്റ്റുകൾ കഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മെല്ലെ മെല്ലെ ബ്ലീഡിങ് നിൽക്കാനും ആരോഗ്യം തിരിച്ചു വരാനും തുടങ്ങി. കാരണം എൻ്റെ ഭാര്യയ്ക്ക് നടക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു. അവരുടെ ഒരു കാല് വലിച്ചു നടക്കുന്ന രീതിയിലായിരുന്നു. അത്രയും അവശ്യ നിലയിലായിരുന്നു. അതിൽ നിന്നും എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ചു തന്ന കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ഏതായാലും എൻ്റെ ഭാര്യ ഇപ്പൊ ഓക്കെയാണ്. എൻ്റെ ഭാര്യ ഇന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞ ഡാൻസ് പോലും കളിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതിനു മുമ്പ് എൻ്റെ ഭാര്യ ഞങ്ങളുടെ തന്നെ കുടുംബക്ഷേത്രത്തിലേക്ക് നോക്കി എൻ്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ പോയി നിന്ന് പറഞ്ഞിരുന്ന കാര്യം ഈ അടുത്ത കാലത്താണ്. അതും തന്നെ കൊണ്ടോട്ടി സുന്നി മഹലിൽ വെച്ചുള്ള ഒരു GTS അവർ അത് പറഞ്ഞത്. അതായത് അമ്പലത്തിലേക്ക് നോക്കി യാചിക്കുകയായിരുന്നത്രേ. ഇത്രയും കാലം എൻ്റെ അസുഖം ഭേദമായില്ലല്ലോ, ഇനിയും എൻ്റെ ചെറുപ്പക്കാരനായ ഭർത്താവിനെയും എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെയും അവരെ ഒരു ബുദ്ധിമുട്ടാക്കുന്നതിന് വേണ്ടി എന്നെ ഇവിടെ ഭൂമിയിൽ വെച്ചേക്കണ്ട, ഇടണ്ട, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ, തിരിച്ചു കൊണ്ടുപോയിക്കോളൂ എന്നായിരുന്നു അത്രേ എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചിരുന്നത്. ആ ഒരു സിറ്റുവേഷൻ കേട്ട സമയത്ത് സത്യത്തിൽ എനിക്ക് വളരെയേറെ വിഷമം തോന്നി. ഓക്കെ, അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ നിന്നും എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൈവിളക്കായി കയറി വന്ന കൈറുന്നിസ മേഡവും അതുപോലെ തന്നെ MI ലൈഫ് എന്ന ഈ കമ്പനിയും ഞങ്ങൾ നെഞ്ചോട് ചേർക്കുന്നു.